നമസ്കാരം. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെയും ചോരക്കളിയെയും പാകിസ്ഥാൻ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കുന്ന പ്രസക്തിയില്ലെന്ന് വ്യക്തമാക്കി ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി. കരാർ മരവിപ്പിച്ച ഇന്ത്യൻ തീരുമാനത്തിനെതിരെ പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തുന്ന ഭീഷണികളും ഒച്ചപ്പാടുകളും ഭാരതത്തിന്റെ നയത്തിൽ ഒരു മാറ്റവും വരുത്തില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 2025 ഏപ്രിലിൽ ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ 26 സാധാരണക്കാരായ വിനോദസഞ്ചാരികളുടെ ചോര വീഴ്ത്തിയ ക്രൂരമായ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ ചരിത്രപരമായ തീരുമാനത്തിലൂടെ സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചത്. അന്നു മുതൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇന്ത്യ അന്താരാഷ്ട്ര നദീജല നിയമങ്ങൾ ലംഘിക്കുന്നു എന്ന് കാട്ടി പാകിസ്ഥാൻ നുണപ്രചരണം നടത്തുകയാണ്. എന്നാൽ ഭീകരവാദത്തിന് സാമ്പത്തികവും സൈനികവുമായ സഹായം നൽകുന്നത് പാകിസ്ഥാൻ പൂർണ്ണമായും നിർത്തലാക്കാതെ ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇന്ത്യയുടെ ഈ കടുത്ത നിലപാടോടെ പട്ടിണിയിലായ പാകിസ്ഥാൻ അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. ലോകമെമ്പാടും ഭീകരവാദികളുടെ സുരക്ഷിത താവളമാണ് പേരുകേട്ട അൽ ഖ്വയ്ദ തലവൻ ഒസാമ ബിൻ ലാദനെ പോലും ഒളിപ്പിച്ച് താമസിപ്പിച്ച പാകിസ്ഥാൻ ഇപ്പോഴും ജമ്മു കാശ്മീരിലേക്ക് ഭീകരരെ അയക്കുന്നത് തുടരുകയുമാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പാക് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ധാർ ഇന്ത്യയുടെ തീരുമാനത്തെ തങ്ങൾ തള്ളിക്കളയുന്നുവെന്നും കരാർ ഇപ്പോഴും നിലനിൽക്കുന്നതാണെന്നും പ്രസ്താവിച്ചത്. ഇതിലും ഭീകരമായ കാര്യം, ഇതേ ചടങ്ങിൽ പങ്കെടുത്ത മുൻ പാക് വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ സർദാരി ഇന്ത്യക്കെതിരെ ആണവ ഓപ്ഷൻ പ്രയോഗിക്കുമെന്ന് ഭീഷണി വരെ മുഴക്കി. പാകിസ്ഥാന്റെ പക്കലുള്ള അണുബോംബുകൾ വെറുതെ പ്രദർശനത്തിന് വെച്ചിട്ടുള്ളതല്ലെന്നും കരാർ പുനഃസ്ഥാപിക്കാൻ എല്ലാ വഴികളും പരാജയപ്പെട്ടാൽ ആണവായുധം പ്രയോഗിക്കുന്നതിനെക്കുറിച്ച് പാകിസ്ഥാൻ ചിന്തിക്കുമെന്നുമായിരുന്നു ബിലാവലിന്റെ അത്യന്തം അപകടകരമായ പ്രസ്താവന. എന്നാൽ ഇത്തരം വായ്ത്താരികൾക്കൊന്നും ഇന്ത്യ പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല. കരാർ നിർത്തിവച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതിലൊരു നിബന്ധനയും പാലിക്കാൻ ഇന്ത്യ ബാധ്യസ്ഥരല്ലെന്നും ഈ വിഷയത്തിൽ ഇടപെടാൻ അന്താരാഷ്ട്ര ആർബിട്രേഷൻ കോടതിക്ക് പോലും യാതൊരു അവകാശവുമില്ലെന്നും ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 1960-ൽ 9 വർഷത്തെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത്. എന്നാൽ പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് ഇപ്പോൾ ആഗോള സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനായ് താക്കച്ചിയും തമ്മിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നും ഉണ്ടാകുന്ന അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ കടുത്ത ഭാഷയിൽ ഇരു രാജ്യങ്ങളും അപലപിക്കുകയും ചെയ്തിരുന്നു. ഭീകരവാദികളുടെ താവളങ്ങളും അവർക്ക് പണം ലഭിക്കുന്ന വഴികളും തകർക്കാൻ ആഗോളതലത്തിൽ ശക്തമായ നടപടി വേണമെന്ന് ജപ്പാനും ഇന്ത്യക്കൊപ്പം ആവശ്യപ്പെട്ടു. ഇതിനു പുറമെ പാകിസ്ഥാൻ സൈന്യം അടുത്തിടെ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ വ്യോമാക്രമണത്തെയും ഇന്ത്യ ശക്തമായി അപലപിച്ചു. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട പാക് സൈനിക നടപടിയിൽ ഇന്ത്യ അനുശോചനം രേഖപ്പെടുത്തുകയും അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഭീകരതയുടെ പ്രഭവ കേന്ദ്രമായി തുടരുന്ന പാകിസ്ഥാന് വെള്ളം നൽകി ഇനി സഹായിക്കേണ്ടതില്ലെന്ന ഇന്ത്യയുടെ നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്.